for inviting me. Once again, thanks for inviting me here. My very good friend JC Anwar, professionally and as well as JC. Another very good friend Srini. കുറെ കാലമായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ വീട് നീലേശ്വരത്താണ്. ആ ഒരു ബന്ധം ഞാൻ ശ്രീനിയായിട്ട് കുറെ കാലമായിട്ട് നിലനിർത്തുന്നുണ്ട്. അപ്പോൾ വെരി ഗുഡ് ഫ്രണ്ട് ശ്രീനി ആൻഡ് ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് JCA വയലത്തൂർ. എൻ്റെ കുറെ അധികം ഫ്രണ്ട്സ്, മുനീർ മാഷ്, ഷമീൽ, അനസ്, അതുമാതിരി കുറെ അധികം ഫ്രണ്ട്സ് ഉള്ള ഒരു ലോകമാണ്. തങ്ങളുണ്ട്. അങ്ങനെ കുറെ അധികം ഹൃദയബന്ധം സൂക്ഷിക്കുന്ന വ്യക്തികളുള്ള ഒരു ലോകമാണ് JCA വയലത്തൂർ എന്നുള്ളത്. സോ നന്ദി ഒന്നുകൂടി എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന്. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവുമായിട്ട് മുന്നോട്ട് വന്ന അൻവറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുമാതിരി സൂം ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമാതിരത്തെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇപ്പോ സ്പീക്കർ സീരീസ് എന്ന് പറഞ്ഞിട്ട് കുറെ ചാപ്റ്റേഴ്സ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതുമാതിരത്തെ പ്രോഗ്രാംസ് ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതിലെ മെയിൻ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ മെമ്പേഴ്സിന്റെ ഇടയിലത്തെ ബോണ്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്നുള്ളതാണ്. അതുമാതിരി ഒരു റിലാക്സേഷൻ ആണ് എല്ലാവരെയും കാണുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിന്റെ തൊട്ട് മുന്നേ ശ്രീനിയായിട്ട് സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഐ എം എ പേഴ്സൺ ഹു വാസ് വർക്കിംഗ് ഇൻ എ മാർക്കറ്റിംഗ്. ഇപ്പൊ അൻവറിനായാലും അറിയാം, ഞങ്ങളൊക്കെ എപ്പോഴും പുറത്ത് ഇരുന്ന ആൾക്കാരാണ്, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എപ്പോഴും കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഹലോ ഹലോ സോറി നെറ്റ് കട്ടായതാണ്. സോറി. ഓക്കെ റൈറ്റ്. ഓക്കെ കണ്ടിന്യൂ. ഐ ആം ഓഡിബിൾ? യാ. ഓക്കെ. സോ ഒരു ടിപ്പെങ്കിലും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ കഥകളും കാര്യങ്ങളും ടീച്ചിങ്സും ഞാൻ പിന്നീട് അപ്പോ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ഇപ്പൊ JC-കാരനെ സംബന്ധിച്ചിടത്തായാലും എല്ലാവരും സംബന്ധിച്ചിടത്തായാലും ഒരു സ്റ്റോറി എടുത്ത് എനിക്ക് കാണാൻ പറ്റുന്നത്, ഒരു അച്ഛനും മകളും കൂടിയിട്ട് നടന്നു പോകുമ്പോ അവർ കാണുന്നത് വഴിയിൽ ഒരു മരം വീണ് കിടക്കുന്നു. ഒരു വലിയ കഷ്ണം മരം വീണ് കിടക്കുകയാണ്. അപ്പൊ ആ കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്, എന്നെ കൊണ്ട് അത് മാറ്റാൻ പറ്റുമോ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അച്ഛൻ മറുപടി കൊടുക്കുന്നു, ഇഫ് യു യൂസ് ഓൾ യുവർ പവർ യു ക്യാൻ മൂവ് ദാറ്റ്. ഇഫ് യു യൂസ് ഓൾ യുവർ പവർ യു ക്യാൻ മൂവ് ദാറ്റ് എന്നാണ് കുട്ടിയോട് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ കുട്ടി ചെന്ന് തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. ആ കുട്ടിയുടെ സകല ശക്തിയും എടുത്ത കുട്ടി തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. ആ മരം മാറുന്നില്ല. അപ്പൊ പിന്നെയും ആ കുട്ടി വന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഞാൻ അത് തള്ളി നീക്കാൻ ശ്രമിച്ചു, എന്റെ ശക്തി മുഴുവൻ ഞാൻ ഉപയോഗിച്ചു, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, സോ എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അച്ഛൻ പിന്നെയും മറുപടി കൊടുത്തു, ഐ ആം അഗെയിൻ ടെല്ലിങ് യു ഇഫ് യു യൂസ് ഓൾ യുവർ പവർ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പിന്നെയും സകല ശക്തിയും എടുത്ത് പിന്നെയും തള്ളി നീക്കാൻ ശ്രമിക്കുമ്പോഴും ആ കുട്ടിക്ക് അതൊരു മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ആ കുട്ടി തിരിച്ചു വന്നിട്ട് വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛൻ എന്നെ പറ്റിക്കുകയാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛൻ കൊടുത്തൊരു മറുപടി എന്താന്ന് വെച്ചാൽ, ഐ ഹാവ് ടോൾഡ് യു അഗെയിൻ, ഇഫ് യു യൂസ് all your strength
എന്നാണ് ഞാൻ പറഞ്ഞത്. സോ നീ ഇപ്പൊ ഉപയോഗിച്ചത് നിന്റെ ശക്തി മാത്രമാണ്, നിന്റെ മുഴുവൻ ശക്തിയും നീ ഉപയോഗിച്ചിട്ടില്ല. നിന്റെ മുഴുവൻ ശക്തി എന്ന് പറയുന്നത് അടുത്ത് നിൽക്കുന്ന എന്നോട് നിനക്ക് ഹെൽപ്പ് ചോദിക്കായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ തൊട്ടപ്പുറത്തുണ്ടെങ്കിൽ അവരോട് നിനക്ക് ഹെൽപ്പ് ചോദിക്കായിരുന്നു. നീ ചെയ്തത് നിന്റെ ശക്തി മാത്രം ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് രണ്ടാൾക്ക് കൂടി മാറ്റാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞ് ഫാദറും ആ കുട്ടിയും കൂടി തള്ളി നീക്കിയപ്പോ ആ മരം അവിടുന്ന് മാറുകയാണ്. ദിസ് ഹാപ്പൻസ് ടു അസ്. എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കാറുണ്ട്. ആ സ്ഥാനത്താണ് JC മാരത്തെ ഒരു ഓർഗനൈസേഷന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മളെ സഹായിക്കാനും നമുക്ക് നല്ല ഉപദേശങ്ങൾ തരാനും നമുക്ക് ഗൈഡ് ലൈൻസ് തരാനും ഉള്ള നല്ല സുഹൃത്തുക്കൾ JCയിൽ അവൈലബിൾ ആണ്. നമുക്ക് അത് ഇപ്പോ എന്ത് കാര്യത്തിനായാലും നമുക്ക് ചെന്ന് ചോദിക്കാൻ പറ്റിയ ആൾക്കാർ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിപ്പെൻഡൻസി എന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. അടിമപ്പെട്ട് ജീവിക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ആവുക എന്നുള്ളത്. പക്ഷെ ആ സ്ഥാനത്ത് ഇന്റർഡിപ്പെൻഡൻസ് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ചെന്ന് പെടുമ്പോൾ ആരോടെങ്കിലും സൊല്യൂഷൻ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് കൈത്താങ് തരാൻ കുറെ ആൾക്കാർ ഉണ്ട് എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എല്ലാവരോടും ഞാൻ പറയുന്നു, ബി ഇൻ JC, എൻജോയ് JCism. Thank you, Anwar, for again inviting me here. Thank you. Wishing Srini a nice fruitful session with Vailathur. So ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Anup ji. Chair recognized Thirangadi President JC Afzal Wizard. ഓക്കെ, നമുക്കറിയാം ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വിഷയമായിട്ട് നമ്മോട് സംവദിക്കാൻ എത്തിയിട്ടുള്ളത് JC ശ്രീനി പള്ളിയത്താണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓവർ ടു ശ്രീനി. വെൽക്കം സർ. ഓക്കെ, താങ്ക് യു ചെയർമാൻ. സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ സംസാരിക്കാം. എന്നൊന്ന് 2 ID ഉണ്ടാവും. ശ്രീനി പള്ളിയത്ത് നാഷണൽ ട്രെയിനർ എന്ന് പറയുന്നത് ഒന്ന് എനേബിൾ ചെയ്ത് തന്നാൽ മതി. ഓക്കെ, ഓക്കെ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, the most respected chairman of JC Vailathur, JC Anwar Tanalu, my beloved friend JC Anup Achyutan, അതുപോലെ the program director JC Sami, VP program JC Rais, your treasurer JC Dr. Shahir, secretary JC Mohsin, എന്റെ പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷം JC വയലത്തൂരിന്റെ അതിഥിയായി ഇന്നത്തെ ദിനം വരാൻ സാധിച്ചത്. നമുക്കറിയാം, എനിക്ക് വളരെ കേട്ടപ്പോൾ സന്തോഷം തോന്നിയത് ഇത് അൻവർ വേർഷൻ 2 ആണെന്ന് പറഞ്ഞപ്പോഴാണ്. കാരണം ആസ് എ പ്രസിഡന്റ് ഇത് അൻവറിന്റെ തലയിലെ മറ്റൊരു കിരീടമാണ്, അല്ലെ? കിരീടത്തിന്റെ പൊന്തൂവലാണ് എന്ന് പറയാം. കാരണം കഴിഞ്ഞ വർഷം സ്വയം ഒരു പ്രസിഡന്റ് അല്ലാതെ ഏറ്റെടുത്ത് നടത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ അനുഭവം ഇത്തവണ കൂടുതൽ മികച്ചതായി ചെയ്യാൻ പറ്റിക്കാണും എന്ന് വിചാരിക്കുകയാണ്. കാരണം തരംഗമായി ആ നാട്ടിലെങ്ങും മാറിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആ തരംഗത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാ JC വയലത്തൂരിലെ അംഗങ്ങളെയും അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, 11 മണിക്ക് എന്നോട് പറഞ്ഞ അത്രയും ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മെമ്പേഴ്സിന് ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിനോടുള്ള സീരിയസ് അപ്രോച്ചിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. തീർച്ചയായും നിലനിർത്തുക. ലേണിംഗ് ഈസ് എ ലേണിംഗ് ടു ലേൺ ഹൗ ടു ലേൺ എന്നാണ് പറയുക. JC പ്രവർത്തകന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത് കപ്പാസിറ്റി ടു ലേണിംഗ് ന്യൂ തിങ്സ് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ചില പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. തീർച്ചയായും അത്തരത്തിലൊരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നത്.
സാധാരണ JC ക്ലാസ്സുകളിൽ കുറേ പരിശീലനങ്ങളൊക്കെ കേട്ട് ഓവർ മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന ചിലരൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ഞാൻ പോകുന്നില്ല. കുറച്ച് ഇൻഫർമേറ്റീവ് ആയ, നിങ്ങൾക്ക് കൂടുതൽ റെഫർ ചെയ്യാൻ പറ്റുന്ന ചില ഘടകങ്ങളെ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. സോ മൈ ടുഡേസ് ടോപ്പിക് ഈസ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. നമ്മുടെ ചിന്തകളാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, നമുക്കറിയാം അല്ലെ? നമ്മുടെ തീരുമാനങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്, അല്ലെ, തീരുമാനങ്ങൾ വൈകിപ്പിക്കുന്നത് ഒക്കെ നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സാറിന് പറയാറുണ്ട്, മൈൻഡ് ഈസ് നത്തിങ് ബട്ട് ഫ്ലോ ഓഫ് തോട്ട്സ്. ചിന്തകളുടെ അനസ്യൂതമായ ഒഴുക്ക് തന്നെയാണ് മനസ്സ്. ചിന്തകളിലൂടെ നമ്മൾ ചിന്തകളെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനെയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അനൂപ്ജി തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് വ്യാധിയേക്കാൾ കൂടുതൽ ആദിയാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. പലരും ആദി മൂത്തിട്ടാണ് പല അസുഖങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്നത്. സോ ഇത്തരം പരിശീലന പരിപാടികളിലൂടെ നിങ്ങളും പരിശീലനങ്ങൾ എടുക്കുക വഴി JCയിലെ ട്രെയിനറായ നമ്മളൊക്കെ ചെയ്യുന്നത് കോവിഡ് വാരിയേഴ്സിന്റെ ഡ്യൂട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെ? നമ്മളെ ശ്രമിക്കുന്നവരിലേക്ക് സാന്ത്വനത്തിന്റെ ഒരു തുള്ളിയെങ്കിലും തെളിച്ചു കൊടുക്കാൻ പറ്റും എന്ന് വിശ്വാസം എനിക്കുണ്ട്. കുറേ പരിശീലന പരിപാടികൾ നമ്മൾ വേർഷൻ 2-ൽ സംഘടിപ്പിച്ചു. തീർച്ചയായും ഈ യജ്ഞം തുടരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. സോ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ, എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് വരും മനസ്സിലാക്കാം. സോ ടു ബി ഓർ നോട്ട് ടു ബി, ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയമുണ്ടാകും. ആരുടെ വാക്കുകളാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു വൺ മാൻ ഷോ, അത് ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ആരുടെ വാക്കുകളാണെന്ന് അറിയാമെങ്കിൽ എന്നോട് സംവദിക്കാം. മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാം, അതർവൈസ് ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാവുന്നതാണ്. ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. ടു ബി ഓർ നോട്ട് ടു ബി, എന്റെ അർത്ഥം വേണോ വേണ്ടയോ, ചെയ്യണോ ചെയ്യണ്ടയോ, ഇതാണ് എന്റെ അർത്ഥം. പ്രശസ്തമായ വാക്കുകളാണ്. ആൻസേഴ്സ് ഒന്നും വന്ന് കാണുന്നില്ല. ഓക്കെ, നമുക്ക് അതൊരു ഇൻഹിബിഷൻ കൊണ്ടായിരിക്കും. കുറെ ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് വില്യം ഷേക്സ്പിയറുടെ ഹാംലെറ്റിലെ വരിയാണ്. ഹാംലെറ്റ് രാജകുമാരനാണ്. ആക്ട് 3 സീൻ 1 നന്നറി സീനിൽ ഇങ്ങനെ പറയുന്നത്, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വേണോ വേണ്ടയോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തന്റെ അച്ഛന്റെ പ്രേതം മുമ്പിൽ വന്ന് പറയുകയാണ്, ഇതാ ഇദ്ദേഹമാണ്, എന്റെ ഇളയച്ഛനാണ് എന്നെ ഈ നിലയിലേക്ക് ആക്കിയത്, നീ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴും ആ രാജകുമാരന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു രാജാവിനെ രാജാവാക്കുന്നത് രാജ്യവിസ്തൃതിയല്ല, രാജ്യത്തെ യുദ്ധക്കോപ്പുകളല്ല, ധനസമൃദ്ധിയല്ല, സുന്ദരിയായ ഭാര്യയും മക്കളുമല്ല. പകരം കൃത്യസമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ രാജാവിന്റെ കപ്പാസിറ്റിയാണ്. സോ തീർച്ചയായും നല്ല തീരുമാനങ്ങളിലേക്ക് നമുക്ക് ഇങ്ങനെ കടന്നു ചെല്ലാം. ആ നല്ല തീരുമാനങ്ങളിൽ നമ്മൾ അറിയാതെ നമ്മളെ ബാധിക്കുന്ന സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഹാംലെറ്റ് രാജകുമാരൻ ഇന്ന് എന്നിലും നിങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മിലേക്ക് തിരിച്ചു വെക്കുന്ന ഒരു കണ്ണാടിയായി മാറാൻ പോവുകയാണ്. എങ്കിലും അതിലൂടെ മാത്രമേ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, I do strongly believe that magic is something you make. Magic is something you make. നമ്മൾ ഉണ്ടാക്കുന്നതാണ് മാജിക്. അനൂപ്ജിയുടെ കഥ നമ്മൾ കേട്ടിരുന്നു, അല്ലെ? ഓൾ പവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളുടെ പവർ അല്ല, കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ പവറും കൂടെ ചേരുമ്പോഴാണ് അതൊരു കൊളാബറേറ്റീവ് എഫർട്ടായി മാറുന്നത്. അതിലൂടെയാണ് നിങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയും. ബൊക്കാഷിയുടെ ഡെക്കാമറൻ കഥകളിൽ ഒരു കഥ പറയുന്നുണ്ട്, ഒരു മജീഷ്യന്റെ കഥ. ആ മജീഷ്യൻ ഒരു തെറ്റ് ചെയ്തു. തെറ്റെന്ന് വെച്ചാൽ ആ രാജ്യത്തെ രാജാവിന്റെ മകളെ പ്രണയിക്കുകയാണ്. ഈ വിവരമറിഞ്ഞ രാജാവ് അദ്ദേഹത്തെ തുറങ്കിലടക്കുകയാണ്, ആ മജീഷ്യനെ, ആ കലാകാരനെ. അദ്ദേഹം മജീഷ്യനാണ്, ഏതു സമയവും ജയിലിൽ നിന്ന് കടന്നു കളയും എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മന്ത്രിയുടെ ഉപദേശപ്രകാരം എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ തട്ടിക്കളയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്.
അങ്ങനെ നാളെ നിന്നെ തൂക്കിലേറ്റും എന്ന് പറഞ്ഞ് എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് ചോദിക്കുക. രാജാവിനോട് ചിരിച്ചുകൊണ്ട് ആ മജീഷ്യൻ മറുപടി പറയുകയാണ്, രാജാവേ, അങ്ങ് എനിക്ക് 1 മാസം തരണം. 1 മാസം എനിക്ക് കാലാവധി തരണം. 1 മാസം തന്നാൽ ഞാൻ ഇവിടത്തേക്ക് നടന്നു വരുമ്പോ അങ്ങയുടെ കൊട്ടാരത്തിന്റെ വെളിയിൽ കണ്ട ആ വയസ്സൻ കുതിരയില്ലേ, ആ വയസ്സൻ കുതിരയെ ഞാൻ പറപ്പിച്ച് കാണിച്ചു തരാം. രാജാവ് അമ്പരന്നു. എന്ത് വിഡിത്തമാണ് നീ പറയുന്നത്? അല്ല രാജാവേ, ഞാൻ മജീഷ്യനാണ്, എനിക്ക് സാധിക്കും, ഞാൻ പറപ്പിച്ച് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ, നിനക്ക് 30 ദിവസം തന്നിരിക്കുന്നു. അങ്ങനെ ഈ മജീഷ്യൻ തിരിച്ച് ജയിലിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോ സഹതടവുകാരൻ പുച്ഛത്തോട് ചോദിച്ചു, നീ എന്ത് വിഡ്ഢിയാണ്, ഒരു കുതിരയെ പറപ്പിക്കാനോ? ഇത് നിന്നെ കൊണ്ട് സാധിക്കൂ? അപ്പോ ചിരിച്ചുകൊണ്ട് ഈ മജീഷ്യൻ പറയുകയാണ്, ഡിയർ, ടുഡേ ഐ എക്സ്റ്റെൻഡഡ് മൈ ലൈഫ്. ഞാൻ ഇന്ന് എന്റെ ജീവിതത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് എന്റെ ജീവിതം അവസാനിച്ചേനെ. ഇപ്പോഴെന്റെ മുന്നിൽ 30 ദിവസങ്ങളുണ്ട്. 30 days to plan well, prepare well. നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ 30 ദിവസങ്ങൾ. എനിത്തിങ് മേ ഹാപ്പൺ. എന്ത് സംഭവിക്കാം ഈ 30 ദിവസത്തിന്റെ അകത്ത്? ഒന്നുകിൽ കുതിര വയസ്സുള്ളതാണ്, ആ വയസ്സിന് കുതിര മരിച്ചു പോകാം. രാജാവിനാണെങ്കിൽ 60 വയസ്സിന്റെ മുകളിലായി, രാജാവ് മരിച്ചു പോകാം. രാജ്യത്ത് യുദ്ധം വരാം. എനിത്തിങ് മേ ഹാപ്പൺ. പക്ഷെ ഈ സമയം കൊണ്ട് ഞാൻ മനോഹരമായി പ്ലാൻ ചെയ്യും. രാജകുമാരിയെയും കൊണ്ട് ഞാൻ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടും. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നൗ ലെറ്റ് us വെയിറ്റ്. ഇപ്പോൾ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ സർക്കാർ നമ്മളോട് പറയുന്നതും ഇപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കാനാണ്. വെറുതെ ഇരുന്ന് തുരുമ്പിക്കാനല്ല. ആ കാത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്കില്ലിനെ അപ്ഡേറ്റ് ചെയ്യാൻ, നമ്മുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ, പുതിയ വഴികളിലൂടെ ചിന്തിക്കാൻ, ഇന്നവേഷന്റെ പാതയിലേക്ക് കടന്നു പോകാൻ ഒക്കെയുള്ള മികച്ച അവസരമാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. തീർച്ചയായും മാജിക് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് മാജിക് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നല്ല തീരുമാനം വരുന്നത് ശാന്തമായ മനസ്സിൽ നിന്നാണ്, പ്രക്ഷുബ്ധമായ മനസ്സിൽ നിന്നല്ല എന്ന് തിരിച്ചറിയുക. നമ്മുടെ ഒഴുക്ക് എവിടെ തടസ്സപ്പെടുന്നുവോ അവിടെ വെച്ചാണ് നാം തളരുക, അല്ലെ? ഒഴുകുന്ന ഒരു പുഴയും എത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടായാലും അത് ഗതിമാറി ഒഴുകും. നിങ്ങൾ എത്ര തവണ കൂട് പൊളിച്ചാലും ഒരു ചിലന്തിയും അത് വല കിട്ടുന്നതിന് പിന്മാറാറില്ല. കത്തിയിരിയുന്ന ഗ്രീഷ്മത്തിനപ്പുറം മറ്റൊരു പൂക്കാലം ഉണ്ടായിരിക്കും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കവിവചനമുണ്ട്. തീർച്ചയായും ആ പൂക്കാലമാണ് ഞാനും നിങ്ങളിൽ നിന്ന് കാത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, മാജിക് ഈസ് സംതിങ് യു മേക്ക്. There are only 2 things in life. ജീവിതത്തിൽ ആകെ 2 കാര്യമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഏതൊക്കെയായിരിക്കും? ചോദിച്ചപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു, തിന്നുക, ഉറങ്ങുക. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ 2 കാര്യം? ഹലോ, ചിലര് വായനയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതെ, ചിലര് വായനയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനിപ്പോ ഒരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് ചെറിയ ശ്രദ്ധ പതിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറെ പേര് ചെയ്യുന്നുണ്ട് കേട്ടോ, കുറെ പേര് അങ്ങനെ. കാരണം നമ്മുടെ എന്തായാലും നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇരിക്കുന്നു. അപ്പൊ ആ ഒരു സാധനം യൂസ്ഫുൾ ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് കുറച്ചാള് നന്നായിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തിങ്സ് ഇൻ അവർ കൺട്രോൾ ആണ്. നമ്മുടെ കൺട്രോളിലുള്ള കുറെ സാധനങ്ങളുണ്ട്, അല്ലെ? നമ്മുടെ കൺട്രോളിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് ഭംഗിയായി ചെയ്താൽ തന്നെ ജീവിതം സുന്ദരമാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിങ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ. ഇതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുമ്പോഴാണ് പലപ്പോഴും സംഘർഷങ്ങൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നത്. ഒരു പരിധിവരെ എല്ലാ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിന്റെയും പിന്നിൽ നമ്മൾ തിങ്സ് നോട്ട് ഇൻ അവർ കൺട്രോളിനെ കുറിച്ച് കൂടുതൽ തല പുകയുമ്പോഴാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്, അല്ലെ? നമ്മളെ കൊണ്ടാവാത്ത പ്രകൃതിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ പുറത്ത് പോലും നമ്മൾ കൈവച്ചപ്പോഴാണ് പ്രകൃതി ആദ്യം ശാന്തമായി ക്ഷമയോടെ കാത്തിരുന്നു. എന്റെ മക്കൾ മാറുന്നു. പക്ഷെ മാറാത്തപ്പോഴാണ് ചെറിയ ചെറിയ തിരിച്ചടികൾ നമ്മുടെ പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങിയത്. പലപ്പോഴും
നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾക്ക് ഒരു ഇന്നർ സർക്കിളും ഒരു ഔട്ടർ സർക്കിളും കാണാം. ആ ഇന്നർ സർക്കിളിന്റെ അകത്ത് തിങ്സ് ഐ ക്യാൻ കൺട്രോൾ. എനിക്ക് എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്നെ തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്റെ വാക്കുകളെ. മറ്റൊരാളുടെ മനസ്സിൽ മുറിപ്പാടുകൾ വരുത്താതെ ഈ ഭൂമി വിട്ടു പോവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, അല്ലെ? അവനുണ്ടാക്കിയ വാക്കിന്റെ മുറിവുകൾ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും അത് മാഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. മൈ ആക്ഷൻസ്, മൈ ഐഡിയാസ്, മൈ പ്ലേ, മൈ എഫക്ട്സ്, മൈ മിസ്റ്റേക്സ്, മൈ ബിഹേവിയർ, ഓൾ ദീസ് ആർ അണ്ടർ മൈ കൺട്രോൾ. പക്ഷെ ആ ഔട്ടർ സർക്കിളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്റെ പുറത്ത് കൺട്രോൾ ഉള്ള കുറെ സാധനമുണ്ട്. അതർ പീപ്പിൾസ് ആക്ഷൻസ്, മറ്റുള്ളവർ എന്ത് ചെയ്തു എന്നുള്ളത്. പക്ഷെ ഞാൻ അതിനെ ആലോചിച്ച് എന്റെ സമയം മൊത്തം കളയാറുണ്ട്, വെറുതെ കുണ്ഠിതപ്പെട്ടിരിക്കാറുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് മുറിവ് സർ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. അൻവർ ആരും ഓപ്പൺ ആണേ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. Can you guess the name? ഇദ്ദേഹത്തിന്റെ പേര് ജ്യോതിരാജ് എന്നാണ്. ജ്യോതിരാജ്. ഇദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ഒരു 1-2 വർഷം മുമ്പ് മാതൃഭൂമി വാരാന്തപ്പതിപ്പിലൊക്കെ വന്നിരുന്നു. ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. കർണാടകയിലെ ചിക്ക്മാംഗ്ലൂർ സ്വദേശിയാണ്. അപ്പോ ഇദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ കൂടുതലും ഇന്ത്യൻ സ്പൈഡർമാൻ. യു ആർ റൈറ്റ് റിയാസ്, യു ആർ റൈറ്റ്, ഇന്ത്യൻ സ്പൈഡർമാൻ. ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ രസകരമാണ്. കാരണം ഇദ്ദേഹം പണ്ട് സ്കൂളിൽ പോയ സമയത്ത് എല്ലാവരും ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് വിളിച്ചിരുന്നത് മങ്കി രാജു എന്നാണ്. ജ്യോതിരാജ് എന്നാരും വിളിക്കാറില്ല, കുരങ്ങെന്നാണ് വിളിക്കുക. എല്ലാവരും കളിയാക്കുക. കാരണം പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ജീവിതത്തോടെ തന്നെ ഒരു വിരക്തി തോന്നുക. കാരണം പുള്ളിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നും ഇദ്ദേഹത്തെ കുറിച്ച് 4 ആൾക്കാർ അറിയണമെന്നും കുറെ പേര് ഇദ്ദേഹത്തെ അംഗീകരിക്കണം എന്നൊക്കെ ഒരു മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നിരുന്നില്ല. അങ്ങനെ ഇദ്ദേഹം എന്തിന് ജീവിതം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മരിച്ചാലെങ്കിലും നല്ലൊരു വാർത്ത വരണമെന്ന് ചിന്ത ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയാണ്. അങ്ങനെ മരിക്കുന്നുണ്ടെങ്കിൽ 4 ആൾക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ മരിക്കണം. നാളെ ഒരു 4 കോളം വാർത്ത വരണം. അങ്ങനെയാണെങ്കിൽ സാഹസികമായി മരിക്കണം എന്ന് പറഞ്ഞ് കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് വാലിയായ ചിത്രദുർഗ ഫോർട്ടിന്റെ മുകളിൽ കയറിയ അവിടുന്ന് ചാടി മരിക്കാനായിരുന്നു ഇദ്ദേഹത്തിന്റെ ശ്രമം. പക്ഷെ കയറാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന്റെ മുകളിൽ കയറാന്ന് മനസ്സിലായത്. ചുറ്റും നോക്കിയപ്പോൾ കുരങ്ങന്മാർ മനോഹരമായിട്ട് കയറുന്നുണ്ട്. അങ്ങനെ ആ കുരങ്ങന്മാരെ അനുകരിച്ചുകൊണ്ട് കുരങ്ങന്മാർ കയറുന്നത് പോലെ നമ്മുടെ ജ്യോതിരാജ്യം കയറാൻ വേണ്ടി തുടങ്ങി. അതേസമയം അവിടെ ടൂറിസ്റ്റ് വാലിയാണെന്ന് ഞാൻ പറഞ്ഞു. ചില വിദേശ സഞ്ചാരികൾ താഴത്തുണ്ടായിരുന്നു. അവർ നോക്കുന്ന സമയത്ത് 3-4 കുരങ്ങന്മാരും ഒരു മനുഷ്യക്കുരങ്ങും മനോഹരമായി ഈ ഫോർട്ടിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുക കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അവര് നന്നായിട്ട് താഴത്തു നിന്ന് കൈയടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോ താഴത്തു നിന്ന് കൈയടിക്കുന്ന 4-5 വിദേശ സഞ്ചാരികളെയാണ് ജ്യോതിരാജ് കണ്ടത്. പ്രിയമുള്ളവർ, അതായിരുന്നു ജീവിതത്തിൽ ജ്യോതിരാജിന് ആദ്യമായി കിട്ടിയ കൈയടി. ആ കൈയടിയായിരുന്നു ജ്യോതിരാജിന്റെ പിന്നീടുള്ള ജീവിതത്തെ തീരുമാനിച്ചത്. ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്പൈഡർമാനായിട്ട് അറിയപ്പെടുകയാണ് ജ്യോതിരാജ്. കർണാടകത്തിലെ അറിയപ്പെടുന്ന അഡ്വഞ്ചറസ്. മംഗലാപുരത്തോ മൈസൂരോ ബാംഗ്ലൂരോ ഹസനിലോ എവിടെ ആയിക്കോട്ടെ, 10, 20, 30 നിലയുള്ള കെട്ടിടങ്ങളിൽ തീപിടിച്ചാൽ മറ്റു ദുരന്തങ്ങൾ ഉണ്ടായാൽ കർണാടക സർക്കാർ വിളിക്കുന്ന പേരുകളിൽ ആദ്യത്തേത് ജ്യോതിരാജിന്റെ പേരാണ്. 40ഓളം യുവതി യുവാക്കൾ ഇന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ചിന്തകളെ ബഹുമാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മാറാൻ തുടങ്ങിയത്. അതുവരെ അവൻ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. മറ്റുള്ളവർ എന്ത് പറയുന്നത് അതൊക്കെയാണ് വേദനിപ്പിച്ചത്. സോ നമുക്ക് നല്ല തീരുമാനത്തിലേക്ക് നമ്മളെ നയിക്കുക നമ്മൾ നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എന്ന മനോഹരമായ ഒരു പാഠമാണ് ഇവിടെ തരുന്നത്. സോ ഫ്രണ്ട്സ്, യു ആർ ആൾവേസ് വൺ ഡിസിഷൻ അവേ ഫ്രം എ ടോട്ടലി ഡിഫറെന്റ് ലൈഫ്. ഒറ്റ ഡിസിഷന്റെ അകലം മാത്രമേ മറ്റൊരു ജീവിതത്തിലേക്കുള്ളൂ, മനോഹരമായ ഒരു ജീവിതത്തിലേക്ക്.
ആ തീരുമാനമായിരുന്നു ജ്യോതിരാജ് തക്ക സമയത്ത് എടുത്തത്. ആ തീരുമാനം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിയതും. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഡു യു വാണ്ട് ടു ഡു വാട്ട് യു ആർ ഡൂയിങ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെ തന്നെ തുടരണോ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്? അല്ല, എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഡു യു വാണ്ട് ടു ഡു വാട്ട് യു ആർ ഡൂയിങ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്? ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് സാറേ, ഇതേപോലെ പോയാൽ മതി, വേറെ ഒന്നും മാറ്റം വേണ്ട, തട്ടിമുട്ടി അല്ലെ, അല്ലല്ലില്ല തട്ടലില്ലാതെ ഇങ്ങനെ പോയാൽ മതി, അങ്ങനെയാണോ? അല്ല, എന്തെങ്കിലും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? 24 പേർ എന്നെ കേൾക്കുന്നുണ്ട്. ലെറ്റ് us make it interactive. It's not at all a one man show topic. തീർച്ചയായിട്ടും ചേഞ്ച് ആവശ്യം. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തോന്നുന്നുണ്ട് എല്ലാവരും. അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. 2-3 ഉത്തരം വരുന്നുണ്ട്. നോ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, മാറ്റം വേണം, ഷുവർ സർ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം തന്നെയാണ്, ഒരേ അവസ്ഥയിൽ നിന്ന്. കാരണം മാറാത്തത് മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഇപ്പൊ അനൂപ് സാർ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ ഇപ്പോഴും പുതിയ കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. കാരണം ഇനി നാളെയുള്ള ഒരു പോസ്റ്റ് കോവിഡ് ലൈഫിൽ, ന്യൂ നോർമൽ ലൈഫിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ തീർച്ചയായിട്ടും പുതിയ അടവുകൾ, ഇതുവരെ പഠിച്ചെടുത്ത അടവുകൾ ചിലപ്പോൾ മതിയാവാതെ വരും. പുതിയ ഡിഗ്രികൾ നമുക്ക് ആവശ്യമായി വരാം. അപ്പോ ജപ്പാനിൽ കെയ്സൺ എന്ന് പറഞ്ഞൊരു ഒരു ഫിലോസഫി ഉണ്ട്, നിങ്ങൾക്കറിയാം. കെയ്സൺ മീൻസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഓക്കെയാണ്, ആ ഓക്കെയിൽ നിന്ന് ഒരു ബെറ്റർ വേർഷനിലേക്കും ഒരു ബെസ്റ്റ് വേർഷനിലേക്കും ജെസി നമ്മളോട് പറയുന്നത് എന്താ? ബി ബെറ്റർ. നാളെ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചോദിക്കും എന്താണ് ബി ബെറ്റർ? ജെസി ഓൾവേസ് റിമൈൻസ് യു ഷുഡ് ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. കഴിഞ്ഞ വർഷം ചെയ്ത പ്രോഗ്രാം ചെയ്ത അൻവർ അല്ല ഇപ്പോ. നൗ അൻവർ വേർഷൻ 2 മീൻസ് അൻവർ ഇസ് ബെറ്റർ വേർഷൻ. അതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകണം. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റീഡിഫൈൻ യുവർ സെൽഫ്. നമ്മൾ നമ്മളെ സ്വയം കണ്ടെത്തേണ്ടി വരും. കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ ഉണ്ടായ മിസ്റ്റേക്കുകൾ നമ്മൾ തിരിച്ചറിയണം. When you redefine something, you stretch your perception and open your mind to new ideas. നമ്മുടെ മനസ്സിനെ പുതിയ സാധ്യതകളിലേക്ക് തുറന്നു വിടാൻ നമുക്ക് പറ്റണം. You discover new meanings and get to see your previous style, behavior or beliefs from expanded vantage. ഒരു പുതിയ ലോകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കും. ആ വിശാലമായ ലോകത്തേക്ക് നമ്മൾ, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ മാറ്റണം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സാധിക്കുക? ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു അൺസർട്ടനിറ്റിയാ അല്ലെ, നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ഈ സമയത്ത് നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഓരോ അൺസർട്ടനിറ്റിയും നമുക്ക് രണ്ട് ഘടകങ്ങൾ തരും. ഒന്ന് തരുന്നത് ആങ്സൈറ്റിയാണ്, മറ്റു തരുന്നത് എന്താ പറയേണ്ടത്, ക്യൂരിയോസിറ്റിയാണ്. നമ്മൾ എടുക്കുന്നത് ആങ്സൈറ്റി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകും. നമ്മൾ എടുക്കുന്നത് ക്യൂരിയോസിറ്റി ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകും. Friends, in life you have two options. You can either take anxiety or curiosity. ഒരു കൊച്ചു കുഞ്ഞിന്റെ ക്യൂരിയോസിറ്റിയാണ് നമുക്ക് ഇന്ന് ആവശ്യം. നാളെ എന്താവും നമുക്കറിയില്ല, പക്ഷെ അപ്പോഴും നമ്മൾ തളരാൻ പാടില്ല. ഇതുവരെ നമ്മൾ പിടിച്ചു നിന്നില്ലേ? ഇനിയും പുതിയ ചരിത്രങ്ങൾ നമ്മെ കൊണ്ട് എഴുതാനുണ്ട് എന്ന് നമ്മുടെ മനസ്സിനോട് പറയുക. ലെബണനിൽ ഒരു കഥയുണ്ട്, നിങ്ങൾക്ക് കേട്ട കഥയായിരിക്കും. അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു പയ്യൻ ഒരു ആടിനെ മോഷ്ടിച്ചു. ആ ഗ്രാമത്തിൽ ശിക്ഷാരീതികൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. ആടിനെ മോഷ്ടിച്ചപ്പോ അവനെ എല്ലാവരും പിടിച്ച് ഗ്രാമമുഖ്യന്റെ മുന്നിൽ കൊണ്ടുപോയി. ഗ്രാമമുഖ്യൻ പറഞ്ഞു, നിനക്ക് ചാട്ടവാർ കൊണ്ട് അടിയില്ല, നിന്നെ ജയിലിലേക്ക് അടക്കില്ല, പക്ഷെ നിനക്ക് വ്യത്യസ്തമായ ശിക്ഷയാണ് തരാൻ പോകുന്നത്. അവനെ നെറ്റിയിൽ ചാപ്പ കുത്തുകയാണ്. ചാപ്പ കുത്തുമ്പോൾ നമുക്കറിയാം നല്ല വേദന ഉണ്ടാകും. എസ് എന്ന അക്ഷരമാണ് കുത്തിയത്. എസ് മീൻസ് ഷീപ്പ്. കണ്ട എല്ലാവർക്കും അറിയാം എസ് എന്ന് കുത്തിയത് കൊണ്ട് ഇവൻ ആടിനെ മോഷ്ടിച്ചവനാണ്. പിന്നീടുള്ള വർഷങ്ങൾ മൊത്തം അവൻ അനുഭവിച്ചത് അവഗണനയായിരുന്നു, പുച്ഛമായിരുന്നു, മറ്റുള്ളവരുടെ പരിഹാസമായിരുന്നു, ആത്മരോഷമായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷെ ജീവിതത്തിനോട് പടപൊരുതാനാണ് ആ കുട്ടി തീരുമാനിച്ചത്. അന്ന് തൊട്ട് അവൻ ആടുകളെ സ്നേഹിക്കാൻ തുടങ്ങി. മുറിവേറ്റ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആടുകളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവയുടെ
അവർക്ക് മരുന്നും വെള്ളവും കൊടുത്തു. ഭക്ഷണമില്ലാത്തവയ്ക്ക് പുല്ലും വെള്ളവും കൊടുത്തു. കാലം കടന്നുപോയ പാടുകൾക്കായി ഒരു ഫാം ആരംഭിച്ചു. അങ്ങനെ കടന്നുപോയി. ആരോടും പരിഭവമില്ലാതെ, ജീവിതത്തെ പഴിക്കാതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ അവൻ അങ്ങനെ ജീവിച്ചു. 40 കൊല്ലത്തിന് ശേഷം ഒരു വീടിന്റെ മുന്നിൽ നിന്ന മുത്തശ്ശിയോട് ആ മുത്തശ്ശിയുടെ കൊച്ചുമകൻ ചോദിച്ചു, മുത്തശ്ശി, ഇപ്പൊ നമ്മുടെ വീടിന് മുന്നിലൂടെ നടന്നു പോയല്ലേ ഒരു വയസ്സനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ നെറ്റിയിൽ എന്താണ് മുത്തശ്ശി? എസ് എന്ന അക്ഷരം. ആ മുത്തശ്ശി പുഞ്ചിരിച്ചുകൊണ്ട് ആ കൊച്ചു കുഞ്ഞിനോട് മറുപടി പറഞ്ഞു, that S denotes saint. പ്രിയമുള്ളവരെ, ആ എസ് എന്ന് പറയുന്നത് സെയിന്റ് എന്നാണ്, പുണ്യാളൻ എന്നാണ്. ഒരു മോഷ്ടാവിൽ നിന്ന് പുണ്യാളനിലേക്ക് ഒരു മനുഷ്യൻ അവനെ തന്നെ പരുവപ്പെടുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ that is called as redefine. നല്ല കാലത്തായിരുന്നില്ല, കഷ്ടപ്പാടിന്റെ കാലത്തായിരുന്നു, പരീക്ഷണങ്ങളുടെ കാലത്തായിരുന്നു. മുൾമുനകളിലൂടെ നടന്നിട്ടാണ് അദ്ദേഹത്തെ പരുവപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, നാളെ നമ്മളെയും അടയാളപ്പെടുത്തും. ഇത്രയും കഠിനമായ ഒരു കാലഘട്ടത്തിലൂടെ വിജയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പിന്മുറക്കാർ നമ്മളെ സല്യൂട്ട് ചെയ്യും. മൈ പപ്പ, മൈ ഗ്രാൻഡ് പാരന്റ്സ് ആർ ട്രൂ കോവിഡ് വാരിയേഴ്സ്. അങ്ങനെ പറയാനിട വരട്ടെ. നമുക്ക് മുന്നോട്ട് പോകാം. യെസ്, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. യു ഹാവ് 2 ഓപ്ഷൻസ്. ഒന്നുകിൽ ഐസ്ക്രീം ആവാം, ഇല്ലെങ്കിൽ കാൻഡിൽ ആവാം. രണ്ടും ചെയ്യുന്ന ഒരേ സാധനം തന്നെയാണ്, മെൽറ്റിംഗ് തന്നെയാണ്. പക്ഷെ ഐസ്ക്രീം നമ്മളോട് പറയുന്നത് എൻജോയ് ബിഫോർ ഇറ്റ് മെൽറ്റ്സ്, ഉരുകുന്നതിന് മുമ്പ് ആസ്വദിച്ചോളണം. പക്ഷെ കാൻഡിൽ നമ്മളോട് പറയുന്നതോ, യെസ്, യു ഹാവ് ടു സ്പ്രെഡ് യുവർ ലൈറ്റ് ദ പീപ്പിൾ സറൗണ്ടിങ് യു. ഉരുകിത്തീരുന്നതിന് മുമ്പ് പ്രകാശം മറ്റുള്ളവർക്ക് പരത്തണം. ഒരു കാൻഡിൽ ആയതുകൊണ്ടാണ് ഇന്ന് അൻവറിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഐസ്ക്രീം തിന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി വെച്ചപ്പോ സോൺ 19 ഞാൻ വന്നു, സോൺ 21 നിങ്ങൾ എല്ലാവരും ഒന്നു ചേർന്നു, അല്ലെ? എത്ര മനോഹരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. കുറെ പുതിയ സൗഹൃദങ്ങൾ. സോ ബി എ കാൻഡിൽ, ബി എ കാൻഡിൽ. This is what JC always reminds us. Why do fail in decision making? എന്തുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗിൽ പരാജയപ്പെടുന്നത്? കുരുക്ഷേത്ര ഭൂമിയിൽ, നേരത്തെ ഹാംലെറ്റിനെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കുരുക്ഷേത്ര ഭൂമിയിൽ എല്ലാം ഉപേക്ഷിച്ചെടുക്കുന്ന അർജുനെയാണ് നമ്മൾ കാണുന്നത്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല, കാരണം എന്റെ മുന്നിൽ എനിക്ക് വിദ്യ പകർന്നു തന്നവരുണ്ട്, എന്നെ പഠിപ്പിച്ചവരുണ്ട്, എന്റെ ബന്ധുക്കളുണ്ട്, എനിക്കെങ്ങനെ ഇവരെ കൊല്ലാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവിടെ തിരുത്തലുണ്ടാവുന്നുണ്ട്. എന്താ? നിന്റെ കർമ്മമാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നെവർ എവർ ഗീവ് ബാക്ക്, നീ പിന്മാറരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, എപ്പോഴൊക്കെയാണ് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത്? കുബ്ലർ റോസിന്റെ ഒരു ചേഞ്ച് കർവ് നിങ്ങൾ പഠിച്ചു കാണും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് കുബ്ലർ റോസ്? എലിസബത്ത് കുബ്ലർ റോസ് എന്നാണ് മുഴുവൻ പേര്. ഇറ്റ്സ് എ സ്വിസ് അമേരിക്കൻ സൈക്കാട്രിസ്റ്റ്, ഓഥർ ഓഫ് ഇന്റർനാഷണലി ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് ഓൺ ഡെത്ത് ആൻഡ് ഡൈയിങ്. 1969 പുറത്തു വന്ന ഓൺ ഡെത്ത് ആൻഡ് ഡൈയിങ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ എലിസബത്ത് കുബ്ലർ റോസ് എന്ന് പറയുന്ന സ്വിസ് അമേരിക്കൻ സൈക്കാട്രിസ്റ്റിന്റെ ഒരു ചേഞ്ച് കർവാണ്. ഗ്രീഫ് സർക്കിൾ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, നമ്മുടെ മനസ്സിങ്ങനെയൊക്കെയാ പോവുക. ആദ്യം ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഡിനയിലായിരിക്കും. കോവിഡോ ഇവിടെയോ, അതൊക്കെ ചൈനയിൽ, ഇന്ത്യയിലേക്കൊന്നും വരില്ല, അങ്ങ് വുഹാനിലെ മാത്രമേ ഉണ്ടാവൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആംഗുറായി, ദേഷ്യം, അല്ലെ? പ്രവാസികളെ നമ്മൾ നാട്ടിലേക്ക് അടുപ്പിച്ചോ? ഇല്ല. പ്രവാസികൾ വന്ന വീട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയോ? ഇല്ല. നമ്മൾ പൊട്ടിത്തെറിച്ചു, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ബാർഗൈനിങ് ആയി. ലോക്ക്ഡൌൺ ഇത്ര നീട്ടണോ? 10 ദിവസം പോരെ? 20 ദിവസം പോരെ? ഇങ്ങനെ അടച്ചിടണോ? നമ്മൾ ബാർഗൈൻ ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തി. എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാത്ത അവസ്ഥ. പക്ഷെ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമുക്ക് അക്സെപ്റ്റൻസ് ലെവലിലേക്ക് പോകാൻ പറ്റി. എത്ര പേർക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും പോകാൻ പറ്റാത്ത കുറെ പേർ ഡിപ്രഷൻ സ്റ്റേജിലുണ്ട്. അവിടെ നിന്ന് JC നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? നേരത്തെ പറഞ്ഞ ആ കുരുക്ഷേത്ര ഭൂമിയിൽ അവിടെയും പാർത്ഥസാരഥി പഠിപ്പിച്ചു കൊടുത്തത് അക്സെപ്റ്റ് യുവർ സെൽഫ് ആൻഡ് ലിഫ്റ്റ് യുവർ ലൈഫ് എന്നാണ്. ഇത് തന്നെയാണ് കുബ്ലർ റോസും പറയുന്നത്. ഈ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. മഴക്കാലത്ത് കലങ്ങിയ വെള്ളത്തെ കടൽ സ്വീകരിക്കും. കടൽ പറയില്ല, നീ എന്നിലേക്ക് വരരുത്, ഞാൻ സുന്ദരിയാണ്, നിന്നെ പുൽകാൻ എന്നെ കൊണ്ടാവില്ല. കടൽ സ്വീകരിക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്യാണ്. അതിനുശേഷമാണ് അർത്ഥം കൊടുക്കുന്നത് ലൈഫ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അക്സെപ്റ്റൻസിന്റെയും മീനിങ്ങിന്റെയും ആ ഒരു പാതയോരത്താണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ
അതിന് പിന്നോക്കം നിൽക്കുന്ന കുറെ പേരുണ്ട്. അവരെ കൈപിടിച്ചുയർത്തുകയാണ് ഒരു JCI പ്രോഗ്രാം. എന്തിനാണ് തരംഗം സംഘടിപ്പിക്കുന്നത്? Sometime I ask a question to Mr. Tanvir, JC Tanvir. പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് തമാശ കളിയല്ല. നമ്മൾ ചെയ്യുന്നത് വളരെ വളരെ മീനിങ് ഫുൾ ആയ ഒരു കാര്യമാണ്. സോ ഡിപ്രഷനിൽ നിന്ന് കൈപിടിച്ച് ആക്സെപ്റ്റൻസ് ലെവലിലേക്കും മീനിങ് ലെവലിലേക്കും ഒരാളെ നയിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെയാണ് from within the walls of the soul of this organization, where the foundation of character and good citizenship are laid. I hope a message will come in the sometime of tomorrow that will stir the people towards the establishment of a permanent and everlasting world peace എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഹെൻറി കിസംബിയറെ നമ്മൾ ഓർക്കുക. 1915 അദ്ദേഹത്തിന്റെ ഫൗണ്ടേഴ്സ് പെർസ്പെക്റ്റീവിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആക്സെപ്റ്റൻസ് ലെവലിൽ നിന്ന് മീനിങ് ലെവലിലേക്ക് കുതിക്കുമ്പോഴാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്താൻ ഒരു മനുഷ്യന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, വി ആർ ലക്കി പീപ്പിൾ. വി ആർ ലക്കി പീപ്പിൾ. സോ ഗിവ് മീനിങ് ടു ദ ലൈഫ് ആൻഡ് സ്പ്രെഡ് ദ മീനിങ്. നമ്മിലൂടെ വെളിച്ചം പകരട്ടെ. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു വന്ന ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ്. ഡിസിഷൻ മേക്കിങ്ങിന്റെ കുറെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടാണ്. അതുകൊണ്ട് തീർച്ചയായും കേട്ട കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഇതിനെക്കുറിച്ച് പരാമർശിക്കാൻ വിചാരിച്ചില്ല. പക്ഷെ എന്നാലും എന്താണ് ഡിസിഷൻ മേക്കിംഗ് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് യുവർ പോസിബിലിറ്റീസ്, ഓപ്ഷൻസ്, കമ്പയറിംഗ് ദം ആൻഡ് ചൂസിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സാധ്യതകൾ പഠിക്കണം, ഓപ്ഷൻസ് നോക്കണം, കമ്പയർ ചെയ്യണം, അവസാനം നമ്മൾ ഒരു മനോഹരമായ തീരുമാനത്തിലേക്ക് എത്തണം. അതിന്റെ സ്റ്റെപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയാം, പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മൈ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഇൻഫ്ലുവൻസസ് യുവർ ഡിസിഷൻ? എന്തൊക്കെയാണ് നമ്മുടെ തീരുമാനങ്ങളെ സ്വാഭാവികമായും സ്വാധീനിക്കുക? എന്തൊക്കെയായിരിക്കും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുക നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ? മനോഹരമായി പ്രതികരിച്ചു. എൻ്റെ ഇടയിൽ ഒരു ഫ്യൂച്ചർ പ്രോഗ്രാം കഴിഞ്ഞ സൺഡേ ആണെന്ന് തോന്നുന്നു. 100-300 കുട്ടികൾ, ഒരു കോളേജിലെ കുട്ടികൾക്കാണ് ചെയ്തത്. ഒരു കുട്ടി വളരെ സബ്ജക്റ്റീവായി കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അവർക്ക് സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ എല്ലാം എക്സ്റ്റേണൽ പ്രഷേഴ്സിനോട് തീരുമാനമെടുക്കുന്ന അവസ്ഥ. എന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ JCയിലെ അഡൽട്ട് ലേണേഴ്സിനോടാണ്. വാട്ട് ഇൻഫ്ലുവൻസസ് യുവർ ഡിസിഷൻ? എന്തൊക്കെയാണ്? സർ, നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷൻ ടൈമിൽ കറക്റ്റ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഉദ്ദേശിക്കുന്നത് ഓക്കെ, അതല്ല ഞാൻ ചോദിക്കുന്നത്. അതിന്റെ സ്റ്റെപ്സ് അല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിന് എന്തൊക്കെ സ്വാധീനിക്കാറുണ്ട്? കുറേ ഘടകങ്ങൾ സ്വാധീനിക്കില്ലേ, അല്ലേ? കുറേ ഘടകങ്ങൾ സ്വാധീനിക്കും. എന്തൊക്കെയായിരിക്കും? ഒന്ന്, നമ്മുടെ വാല്യൂസ് സ്വാധീനിക്കും, നമ്മുടെ പിയർ പ്രഷർ, സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ റിസോഴ്സ്, നമ്മുടെ സെൽഫ് ഇമേജ്, നമ്മുടെ ഇമോഷൻസ്, മറ്റുള്ളവരുടെ വാക്കുകൾ, നമ്മുടെ പാരന്റൽ പ്രഷേഴ്സ്, അല്ലെ? ഫാമിലിയുടെ സ്വാധീനം ഉണ്ടാവും. അങ്ങനെ കുറെ ഇൻഫ്ലുവൻസ് നമുക്കുണ്ടാവും. സത്യമാണോ? അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊക്കെ നമ്മൾ വില കൊടുക്കുകയും അതോടൊപ്പം നമ്മുടെ തീരുമാനത്തിൽ ഒന്ന് നമ്മുടെ ഉള്ളുന്ന ഒരാൾ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും, ഉള്ളുന്നൊരു ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അല്ലെ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളുന്ന ആൾ പറയും, ഏയ് വേണ്ട വേണ്ട വേണ്ട, ഒരു ഉൾവിളി. അതിനും കൂടി നമ്മൾ കാതോർക്കണം. അതിനും കൂടെ കാതോർക്കണം. അതിന് കാതോർക്കുമ്പോഴാണ് എന്താണ് എന്റെ കൃത്യമായ SWOT അനാലിസിസ് നടത്താൻ എനിക്ക് പറ്റുക. വാട്ട് ആർ മൈ സ്ട്രെങ്ത് ആൻഡ് വാട്ട് ആർ മൈ വീക്ക്നെസ്? അത് നടത്തുമ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും എന്റെ ഉള്ളിലുള്ള ആൾക്കാർ പറയുക. എന്നിട്ടൊരു കൃത്യമായ തീരുമാനത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റണം. ചിലപ്പോൾ പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായി അസസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഗ്രാം പോകുന്നത്. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ, റിട്ടൺ ബൈ ഡാനിയൽ കെയ്ൻമാൻ. നൊബൽ ലോറേറ്റ് ആണ് എക്കണോമിക്സിൽ. 25 ഒക്ടോബർ 2011 ഈ പുസ്തകം വരുന്നത്. വലിയ പുസ്തകമാണ്, പക്ഷെ നന്നായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്.
ഏകദേശം ഒരു ദശാബ്ദക്കാലം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ അമൗറ്റവസ്കിയും ചേർന്ന് നടത്തിയ പഠനത്തിന്റെ റിസൾട്ട് ആണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തിൽ പലതും. വെറുതെ എഴുതിയതല്ല, കുറെ പഠനങ്ങൾ അയാൾ നടത്തി. 10 കൊല്ലക്കാലത്തെ പഠനത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് ഈ പുസ്തകം വരുന്നത്. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ചിന്തകൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഫാസ്റ്റ് തിങ്കിങ്ങും സ്ലോ തിങ്കിങ്ങും ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അതിലേക്കാണ് ഇദ്ദേഹം നമ്മളെ നയിക്കുന്നത്. നമുക്കറിയാം, നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ മാർക്കറ്റിംഗ് ഈസ് നോട്ട് ടെക്നോളജി ബട്ട് സൈക്കോളജി. ഇനി മാർക്കറ്റിംഗിൽ കുറെ ബിസിനസ്സുകാർ എന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി മാർക്കറ്റിംഗിൽ എല്ലാം നിയന്ത്രിക്കുന്നത് മുമ്പേ അങ്ങനെ തന്നെയാണ്, ടെക്നോളജിയേക്കാൾ കൂടുതൽ സൈക്കോളജി ആയിരിക്കും. കാരണം ഒരു കസ്റ്റമറിന്റെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടാണ്, അവൻ എങ്ങനെയൊക്കെ ചിന്തിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒരു പ്രോഡക്റ്റ് ഇറങ്ങാൻ വേണ്ടി പോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ കുറച്ചും കൂടെ ഷാർപ്പൻ ചെയ്യണം എന്നാണ് ഡാനിയൽ കെയ്ൻമാൻ ഈ പുസ്തകത്തിലൂടെ നമ്മളെ പറയുന്നത്. അപ്പൊ ചില ബിവേഴ്സ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങൾ. അതെന്തൊക്കെയാണ് എന്നാണ് ഇദ്ദേഹം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബിവെയർ ദ ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട്. അതായത് എളുപ്പമായതിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പോലും എളുപ്പമായ കാര്യം നമ്മൾ തീരുമാനം എടുക്കുമ്പോഴല്ലോ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, ആമയുടെയും മോയലിന്റെയും കഥ. മോയൽ എന്തുകൊണ്ടാണ് തോറ്റുപോയത്? ഇത് എളുപ്പം, ആമയോ അവൻ എന്റെ എതിരാളിയല്ല എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടാണ് പകുതി വഴിക്കെത്തിയിട്ട് ഉറങ്ങിപ്പോയത്. ദ ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട്. ഈ മൊയൽ ചെയ്ത പോലെ നമ്മൾ ചെയ്യാറുണ്ട് പലപ്പോഴും, അല്ലെ? എത്ര പരിപാടി സംഘടിപ്പിച്ചതാ, എന്നെ കൊണ്ട് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോയാലോ ഒന്നും പറയാൻ പറ്റില്ല. ഓരോ പരിശീലനത്തിനും കൃത്യമായ പ്രിപ്പറേഷൻ വേണം, അല്ലെ? സോ ദ ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിനെ നമ്മൾ ശ്രദ്ധിക്കണം, ബിവെയർ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം ഈസി മട്ടിൽ വിടും. വി വിൽ ബിക്കം ഈസി ലേസി മാൻ ആയി മാറും. അദ്ദേഹം പറയാണ്, ഇപ്പൊ നമുക്ക് ഒരു ചിത്രം കാണാം, ആ ഇടത് ഭാഗത്ത് കൊടുക്കുന്ന ചിത്രം വല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് കണ്ടുപിടിക്കാം. അത് ഒരാൾ പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ വലതു ഭാഗത്തോ 18x36 എന്ന് കൊടുക്കുക. പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? അത്ര പെട്ടെന്ന് വരുന്നില്ല, അല്ലെ? നമ്മളൊന്ന് ആലോചിക്കുക, എത്രയായിരിക്കും 648 ആണ് ഉത്തരം. പക്ഷെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഒന്ന് നമ്മുടെ ചിന്തയുടെ 2 ഘടകങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, സിസ്റ്റം 1 തിങ്കിങ് ആൻഡ് സിസ്റ്റം 2 തിങ്കിങ്. ഫ്രണ്ട്സ്, ഇതാണ് ഡാനിയൽ കെയ്ൻമാൻ നമ്മളോട് പറയുന്നത്. സിസ്റ്റം ഓഫ് തിങ്കിങ്, സിസ്റ്റം 1 തിങ്കിങ്ങും ഉണ്ട്, സിസ്റ്റം 2 തിങ്കിങ്ങും ഉണ്ട്. സിസ്റ്റം 1 എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഇൻസ്റ്റിങ്റ്റീവ് ആയിരിക്കും. ആ ചിത്രം കണ്ടു, നമ്മൾ മനസ്സിലാക്കി, ഓക്കെ. ക്വിക്ക് ആയിരിക്കും, ഇമോഷണൽ ആയിരിക്കും, ഓട്ടോമാറ്റിക് ആയിരിക്കും, വളരെ റിഫ്ലക്റ്റീവ് ആയിരിക്കും ഇവിടെ. സിസ്റ്റം 2ലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ലോജിക്കലാവും, കുറച്ചും കൂടെ എഫർട്ട്ഫുൾ ആവും, കുറച്ചും കൂടെ സ്ലോവർ ആവും, കുറച്ചും കൂടെ കോംപ്ലക്സ് ഡിസിഷനിലേക്ക് നമ്മൾ എത്തപ്പെടും. അപ്പോ ബിവെയർ ഓഫ് ലീസ്റ്റ് എഫേർട്ടിനെ ബിവെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു ഫോളോ സിസ്റ്റം 2 തിങ്കിങ്. നമ്മൾ കൂടുതൽ ആൾക്കാരും ഫോളോ ചെയ്യുന്ന ഏതാണ്? സിസ്റ്റം 1 തിങ്കിങ് ആണ്. ആ ചോദ്യം സിസ്റ്റം 1 തിങ്കിങ് ആണ്. അതുകൊണ്ടാണ് കൃത്യമായി ഉത്തരത്തിലേക്ക് നമ്മൾ പലപ്പോഴും എത്താത്തത്. ചില കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ, ചില കടങ്കഥകളൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സ് പോവുക സിസ്റ്റം 1ലായിരിക്കും. നമ്മൾ എടുത്തടിച്ച പോലെ പെട്ടെന്ന് ഉത്തരങ്ങൾ പറയും, അല്ലെ? പെട്ടെന്ന് ഉത്തരങ്ങൾ പറയും. അപ്പൊ ശരിക്കും വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ സിസ്റ്റം 2 തിങ്കിങ് എന്നാണ് പറയുന്നത്. സിസ്റ്റം 2 തിങ്കിങ്. ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കാരണം ഈ പുസ്തകം ഞാൻ വായിച്ച ശേഷം ഇത് ആദ്യം അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചത് എന്റെ ജീവിതത്തിൽ തന്നെയാണ്. അങ്ങനെ വായിച്ച് കുറച്ചൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു, എന്നെ കൊണ്ടാവുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അതിനുശേഷം ഞാൻ എന്റെ മകളെ ചില ട്രിക്സ് ഒക്കെ പഠിപ്പിച്ചു. അതിനുശേഷം അവളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. ഇതോടനുബന്ധിച്ചൊരു കോഴ്സിന് ഞാൻ അവളെ വിട്ടു. അപ്പൊ ഈ വിഷയമായതുകൊണ്ട് ഞാൻ അവളെ എന്റെ അടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ഒരു 2 ഡെമോ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരും. സിസ്റ്റം 2 തിങ്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ 2 ഡെമോ ചെയ്യുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാകും ഡാനിയൽ കെയ്ൻമാൻ പറഞ്ഞ സത്യമാണോ അല്ലയോ എന്ന്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്.
വന്നിരിക്കുന്നത് നിങ്ങളുടെ കുറച്ച് ഡെമോൺസ്ട്രേഷൻസ് അവതരിപ്പിക്കാനാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. നിങ്ങൾക്ക് 200 താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ പറയാവുന്നതാണ്. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഞാൻ പറയുന്നതായിരിക്കും. ചാറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഈസി ആണ്. കുറച്ച് 0 അല്ലാത്ത വേറെ കൊടുത്തോളൂ. 198. ഓക്കെ, 198 എടുക്കാം. 1 198 198, 2 198 396, 3 198 594, 4 198 792, 5 198 990, 6 198 1188, 7 198 1386, 8 1898 1584, 9 198 1782, 10 198 1980. അപ്പം ഞാനിപ്പോ പറഞ്ഞത് 200 താഴെയുള്ള ഒരു നമ്പറിൻ്റെതായിരുന്നു. ഇനി നിങ്ങൾക്ക് 500 താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ പറയാവുന്നതാണ്. ഓക്കെ, 499. 1 499 499, 2 499 998, 3 499 1497, 4 499 1996, 5 499 2495, 6 499 2994, 7 499 3493, 8 499 3992, 9 499 4491, 10 499 4990. അതുകൊണ്ട് ഇതൊന്ന് കാൽക്കുലേറ്ററിൽ അച്ഛൻ നോക്കിയിരുന്നു, കറക്റ്റ് ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. ഞാൻ ഒരു ഡെമോ കൂടി കാണിച്ചു തരാം. ഒരു കുറച്ച് ഡിഫറെന്റ് ആയ വെറൈറ്റി ഐറ്റം ആണ്. ഈ ഐറ്റത്തിന് നമ്പർ പ്രാക്ടീസ് എന്നാണ് പേര്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം നമ്മളിങ്ങനെ കുറെ നമ്പേഴ്സ് ഉണ്ടാകും. നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ഫസ്റ്റ് നമ്പർ 1 ആണ്. 1 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 1ന്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് സെക്കൻഡ് നമ്പർ 3 ആണ് കിട്ടുക. നമ്മൾ ആ കിട്ടിയ 3 ആൻസറിന് കൂടെ നമ്മൾ പിന്നെ തേർഡ് നമ്പർ 3 ആഡ് ചെയ്യുക. അപ്പൊ 6 plus 4 10, 10 plus 5 15, 15 plus 6 21, അങ്ങനെ നമ്മൾ 50 വരെ ആഡ് ചെയ്യാൻ പോകുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഡെമോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 1 3 6 10 15 21 28 36 45 55 66 78 91 105 120 136 150 151 190 210 253 276 300 325 351 378 406 435 465 496 528 564 595 630 666 703 746 780 820 864 903 946 990 1035 1081 1125 1275 1265 1265. ഓക്കെ, ഇപ്പൊ ഞാൻ 50 വരെയുള്ള നമ്പേഴ്സിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് കാണിച്ചത്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു. വിഷയം കണക്ട് ചെയ്യുന്നു, കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് മോളെയും കൂടെ ഞാൻ എടുത്തിരുത്തിയത്. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവൾ ചെയ്യുമ്പോൾ എനിക്ക് വിഷയം കണക്ട് ചെയ്യാൻ പറ്റും. സിസ്റ്റം 2 തിങ്കിങ് ആണ്. ഞാൻ അവളെ വിട്ടത് ഒരു അബാക്കസ് കോഴ്സിനായിരുന്നു. പിന്നെ മനസ്സിലാക്കി അവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ ബ്രെയിനിന്റെ 2 ഹെമിസ്ഫിയറിനെയും ഒരേപോലെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. നമുക്കൊക്കെ ഒരു ഹെമിസ്ഫിയർ ആയിരിക്കും കൂടുതൽ പവർഫുൾ ആയിട്ടുണ്ടാവുക. അപ്പൊ ശരിക്കും ഇതിൽ ഡാനിയൽ കെയ്ൻമാൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. യു ഹാവ് ടു ബൂസ്റ്റ് 2 ഹെമിസ്ഫിയേഴ്സ്
ടുഗദർ. രണ്ടിനെയും ഒരേപോലെ ബൂസ്റ്റ് ചെയ്താൽ നല്ല തീരുമാനങ്ങൾക്ക്, ലോജിക്കലായ തീരുമാനങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ എത്താം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ബിവെയർ 2 എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഈസ് ആണ്. ഈസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മൾ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആവർത്തന വിരസതയുള്ള കാര്യങ്ങൾ നമ്മളെ തെറ്റായ തീരുമാനത്തിലേക്ക് നയിക്കും. ഒരേ കാര്യം ഡെയിലി ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ മിസ്റ്റേക്ക് നമുക്ക് പറ്റാം. അറിയാതെ ചില മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റിപ്പോകാം. അതായത് നമ്മൾ പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ, ഒരു കുളക്കരയിലിരുന്ന് കുളത്തിൽ വജ്രക്കല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം നോക്കുമ്പോൾ കിട്ടുന്നതൊക്കെ കല്ലുകളാണ്. കിട്ടുന്ന കല്ലുകളൊക്കെ അദ്ദേഹം അത് ആദ്യമൊക്കെ ശരിക്കും സൂക്ഷ്മം വീക്ഷിച്ച് നോക്കും, അതിനുശേഷം വീണ്ടും കുളത്തിലേക്ക് എറി. അങ്ങനെ ഓരോ കല്ലുകൾ കിട്ടുമ്പോഴും ആദ്യം വളരെ കെയർഫുൾ ആയി നോക്കി. പക്ഷെ അദ്ദേഹത്തിന് 348ാമത്തെ കല്ലായിട്ട് കിട്ടിയത് വജ്രക്കല്ലായിരുന്നു. പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കൊഗ്നിറ്റീവ് ഈസ് സംഭവിക്കുക. അത് നോക്കാൻ മനസ്സ് തയ്യാറായില്ല. അദ്ദേഹം സാധാരണ കല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതും കുളത്തിലേക്ക് തന്നെ വലിച്ചെറിയുക. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൊഗ്നിറ്റീവ് ഈസ്. ഇത് സംഭവിക്കുന്നത് ആണ് എന്ന് ഡേനിയൽ കെയ്ൻമാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ബിവെയർ എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഈസ്. എളുപ്പമുള്ള കാര്യങ്ങളെ നമ്മൾ, അല്ലെങ്കിൽ ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ആവർത്തന വിരസത ചിലപ്പോൾ തെറ്റായ തീരുമാനത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിച്ചേക്കാം. മൂന്നാമത്തത് പറയുന്നത് കമ്പാരിസൺ എറേഴ്സ് ആണ്. നമ്മൾ വളരെ രസകരമായി അതിനെ കുറിച്ച് പഠിക്കാൻ. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കമ്പയർ ചെയ്താലേ നമുക്ക് ചില സാധനങ്ങൾക്ക് വാങ്ങാൻ പറ്റും അല്ലെ. ചില ബാർഗെയിൻ ചെയ്ത് വാങ്ങുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു കാണും. ചിലപ്പോൾ ചെറിയ കടകളിലൊക്കെ ആയിരിക്കും ബാർഗൈനിങ് കൂടുതൽ നടക്കുക. ചെറിയ ഷോപ്പിൽ പോയാൽ ഒരു 400 രൂപയുടെ 500 രൂപയുടെ ഷർട്ട് വാങ്ങിയാൽ നമ്മൾ അതിൽ നിന്ന് 100 രൂപ കുറക്കാം അല്ലെ. ചെറിയ പേന പോലും വാങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയും, കുറച്ച് പൈസ കുറക്കെന്ന് പറയും. പക്ഷെ ഇതേ അവസ്ഥ നമ്മൾ ഒരു മോളിൽ, ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ വലിയൊരു ലുലു മോളിലൊക്കെ പോയി നമ്മൾ ബാർഗൈൻ ചെയ്യാൻ നിൽക്കുമോ? ഇല്ല. കാരണം ഇതേ റേറ്റ് തന്നെ ആയിരിക്കും, പക്ഷെ നമ്മൾ അവിടെ കുറക്കാൻ വേണ്ടി പറയാറില്ല. സോ ഈ കമ്പാരിസൺ എറേഴ്സ് എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. കുറിച്ച് എന്ന് പറയുന്ന കമ്പനി പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. രസകരമാണ്. അവര് ആദ്യം ഒരു ബ്രെഡ് മേക്കർ എന്ന് പറയുന്ന ഒരു മെഷീൻ വിപണിയിൽ ഇറക്കിയ. അപ്പൊ അതിന് നല്ല പൈസ ഉണ്ടായിരുന്നു. $429 ആയിരുന്നു അവർ ആദ്യം ചാർജ് ചെയ്തത്. അതുവരെ ഈ മെഷീൻ വിപണിയിൽ ഇല്ല. അപ്പൊ അവർ പരസ്യമൊക്കെ കൊടുത്തു, പക്ഷെ ആൾക്കാരും വാങ്ങുന്നില്ല. കാരണം ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ, ഈ കമ്പനീന്റെ സാധനം മാത്രമേ അവിടെ ഉള്ളൂ. ആൾക്കാർ വന്ന് നോക്കും, ചുറ്റും കറങ്ങി നോക്കി, ഓക്കെ $429 ആണ് അല്ലെ, ഓക്കെ തിരിച്ചു വരും, പൈസ വാങ്ങില്ല. പിന്നീടാണ് മനസ്സിലായ കുറിച്ച് എന്തുകൊണ്ടാണ് ആൾക്കാർ വാങ്ങാത്തത്? ഇവിടെ കമ്പാരിസന്റെ ഒരു ഓപ്ഷൻ അവർക്കില്ല. ഈ സാധനത്തെ വേറൊന്നായിട്ട് കമ്പയർ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇത് വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് മറ്റൊരു കമ്പനി ഇത് ഇറക്കുന്നില്ല. അതുകൊണ്ട് ഇതേ കമ്പനി എന്ത് ചെയ്തെന്ന് അറിയോ? ഇതേ സാധനത്തിന്റെ ചെറിയൊരു കുഞ്ഞു വേർഷൻ ഇറക്കി. അതിന് $275 ചാർജ് ചെയ്തു. ഈ സമയമാകുമ്പോഴത്തേക്ക് കമ്പാരിസൺ വരികയും ഇതിന്റെ 2 പ്രോഡക്റ്റ് വാങ്ങുകയും ചെയ്തു അല്ലെ. ആ ചെറിയ സാധനം വന്നപ്പോൾ ആൾക്കാർ ഇതുവരെ കമ്പയർ ചെയ്ത് ചെറിയ സാധനം കൂടുതൽ വാങ്ങാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. അതായത് കമ്പാരിസന്റെ ഓപ്ഷൻ വരുമ്പോഴാണ് ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്നത്. കമ്പാരിസൺ എറേഴ്സ് ഇത് കമ്പനി നടത്തിയൊരു ട്രിക്കാണ് അവരുടെ പ്രോഡക്റ്റ് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇങ്ങനെ മാർക്കറ്റിൽ നമ്മൾ പല കമ്പനി TV മേടിക്കുമ്പോൾ പോലും നമ്മൾ മറ്റു കമ്പനിയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് വാങ്ങുക, എല്ലാം ഒരു മൊബൈൽ വാങ്ങുമ്പോൾ. അപ്പൊ ഈ കമ്പാരിസൺ എറേഴ്സ് ചിലപ്പോൾ സംഭവിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ സിസ്റ്റം 2 തിങ്കിങ് നമ്മൾ നടത്തണം. പിന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് കൊഗ്നിറ്റീവ് ഡിസണൻസ് വരാം. എന്താണ് കൊഗ്നിറ്റീവ് ഡിസണൻസ്? നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ നടക്കുന്ന ചില സംഭവം അല്ലെ. ഒരേ സമയം പറയും ടു ബി ഓർ നോട്ട് ടു ബി, വേണോ വേണ്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഐ ആം എ സ്മോക്കർ, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ഞാൻ സ്മോക്കറാണ്, സ്മോക്കർ ക്യാൻസർ വരുന്ന എനിക്കറിയാം, എന്നിട്ടോ സിഗരറ്റ് ഇട്ടേ ഞാൻ വലിക്കും. ഇതിനാണ് കൊഗ്നിറ്റീവ് ഡിസണൻസ്. അപ്പൊ ഉള്ളുന്ന ഒരാൾ പറയും, ഇതൊക്കെ നിനക്ക് അറിയുന്നല്ലേ, പിന്നെ നീ എന്തുകൊണ്ടാണ് വലിക്കുന്നത് എന്ന് ചോദിക്കും. ഫ്രണ്ട്സ്, cognitive dissonance is a mental stress or discomfort experienced by an individual who holds 2 or more contradictory beliefs. അല്ലാത്ത മാനസിക സംഘർഷം ഉണ്ടാക്കും. കോൺട്രഡിക്ടറി ബിലീഫ്സ് 2 or 3 തലയിലുണ്ടാവും. അയാൾക്ക് ചെയ്യുന്നത് തെറ്റാണെന്ന് ചെയ്യാതിരിക്കാനും പറ്റില്ല. നോക്കൂ, ഐ ലൈക്ക് ഈറ്റിംഗ് ഹോട്ട് ഡോഗ്സ്. ഹോട്ട് ഡോഗ്സ് എനിക്ക് ഇഷ്ടമാണ്. ഇറ്റ്സ് മൈ ആറ്റിറ്റ്യൂഡ്. ഐ ഓഫൺ ഹീറ്റ് ഹോട്ട് ഡോഗ്സ്. ഞാൻ ഇടക്കിടക്ക് ഹോട്ട് ഡോഗ്സ് കഴിക്കാറുണ്ട്. അതിന്റെ ബിഹേവിയറായി മാറി, ശീലമായി മാറി, സ്വഭാവമായി മാറി. ഹോട്ട് ഡോഗ്സ് ആർ അൺഹെൽത്തി. പക്ഷെ എന്റെ എപ്പോഴും എനിക്ക് പറയും, പത്രം വായിക്കുമ്പോൾ എന്റെ മാധ്യമങ്ങളോട് കിട്ടുന്ന വിവരമൊക്കെ അനുസരിച്ച് എന്റെ കൊഗ്നിഷൻ എന്നോട് പറയും ഇത് അൺഹെൽത്തി ആണ്. അപ്പൊ കഴിക്കുമ്പോ പോലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, പക്ഷെ ഞാൻ കഴിക്കും.
ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ കൊഗ്നിറ്റീവ് ഡിസണൻസ് നടക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു പുസ്തകമാണ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡിസണൻസ്. പിന്നെ താല്പര്യമുള്ളവർക്ക് അതിനെക്കുറിച്ച് വായിക്കുകയോ പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സിസ്റ്റം ടു തിങ്കിങ് ഉപയോഗിക്കണം. കൊഗ്നിറ്റീവ് ഡിസണൻസ് നടക്കും. അപ്പൊ അതിൽ നമ്മുടെ ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നത് പറയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കൺഫർമേഷൻ എവിഡൻസ് ബയാസ് എന്ന് വിളിക്കും. എന്താണ് കൺഫർമേഷൻ എവിഡൻസ് ബയാസ്? കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെൻഡൻസി ഓഫ് പീപ്പിൾ ടു ഫേവർ ഇൻഫർമേഷൻ ദാറ്റ് കൺഫേം ദിയർ ബിലീഫ്സ് ഓർ ഹിപ്പോത്തസിസ്. പേര് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളൊക്കെ മനസ്സിൽ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് അനുകൂലമായ കുറെ വിവരങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എവിഡൻസ്. നിങ്ങൾ ഈ വേണുവിന്റെ ചിത്രം, ന്യൂസ് ലീഡർ വേണുവിന്റെ ചിത്രമാണ് ഞാൻ കൊടുത്തത്. നമ്മുടെ ന്യൂസ് ചാനലിലെ രാത്രി ചർച്ചകൾ കണ്ടാൽ മനസ്സിലാവും. രാഷ്ട്രീയക്കാരൊക്കെ പോയാൽ അവർ പറയുന്നത്, അവർക്ക് പറയാൻ കൃത്യമായ പോയിന്റുകൾ ഉണ്ടാവും. ഇനി എങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ചാലും ലാസ്റ്റ് എത്തുന്നത് അതേ ഉത്തരത്തിലേക്ക് തന്നെ ആയിരിക്കും. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും. ആ ഫേവർ ഇൻഫർമേഷനിൽ നിന്നും അവരുടെ ആ എവിഡൻസിൽ നിന്നും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നോക്കൂ, എവിഡൻസ് വി ഇഗ്നോർ ആൻഡ് എവിഡൻസ് വി ഹാവ്. ആ നീല വൃത്തത്തിൽ കാണുന്നതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, അവർ ബിലീഫ്സ്. ചുവപ്പ് വൃത്തത്തിൽ കാണുന്നതാണ് നമ്മുടെ ഫാക്ട്സും എവിഡൻസും. അതിന്റെ നടുവിൽ കാണുന്ന വെൻ ഡയഗ്രമാണ് എവിഡൻസ് വി ബിലീവ്. നമ്മൾ വിശ്വസിക്കുന്നത് ആ കുഞ്ഞു വെൻ ഡയഗ്രത്തിന്റെ ഇടയിൽ കാണുന്ന ചെറിയ സ്പേസിലെ സാധനങ്ങൾ മാത്രം. പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന സാധനമുണ്ട്. ആ ചുവപ്പ് വൃത്തത്തിൽ കാണുന്ന വലിയ ഭാഗത്തിന്റെ 75% ഫാക്റ്റ് ആണ്. പക്ഷെ ആ ഫാക്ട് നമ്മൾ അങ്ങനെ മറക്കും, നമ്മൾ കണ്ടില്ല നോക്കൂ. ഫ്രണ്ട്സ്, ഇതാണ് കൺഫർമേഷൻ എവിഡൻസ് ബയാസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഡീകൺഫേം ഇറ്റ് എന്നാണ് ഡാനിയൽ കെയ്ൻമാൻ പറയുന്നത്. ആ ചിന്തയെ മാറ്റണം. എന്റെ ചിന്ത ഇങ്ങനെയേ പോകും സിസ്റ്റം 1. അപ്പൊ സിസ്റ്റം 2 ആണെങ്കിൽ ഇത്രയും ഫാക്ട്സ് ഇവിടെ ഉണ്ടല്ലോ, ഞാൻ അതിനെ കുറിച്ച് കൂടെ പഠിക്കട്ടെ. ഇവർ പറയുന്നത് മാത്രമല്ല കാര്യം, പുതിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ആരും വെളിപ്പെടുത്താത്തത്. അതിനെക്കുറിച്ച് പഠിക്കട്ടെ. നിങ്ങളവരെ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങളെ കേൾക്കുന്ന ആൾക്കാരുണ്ടാകുന്നത്. പുതിയ തോട്ടുമായിട്ട് രംഗപ്രവേശനം ചെയ്യാൻ പറ്റുക അപ്പോൾ മാത്രം. സോ യൂസ് യുവർ സിസ്റ്റം 2. നെക്സ്റ്റ് ഈസ് ബിവെയർ 6 ഈസ് പ്രൈമിംഗ്. പ്രൈമിംഗ് നമ്മുടെ പരസ്യ മാധ്യമങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അൺകോൺഷ്യസ് ഡിസിഷൻ മേക്കിംഗ് ഈസ് കോൾഡ് പ്രൈമിംഗ്. നമ്മളെ കൊണ്ട് അബോധാവസ്ഥയിൽ തന്നെ, നമ്മൾ അറിയാതെ കോൺഷ്യസ് അല്ലാത്ത രീതിയിൽ തീരുമാനം എടുപ്പിക്കുന്ന ടെക്നിക്കിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. കണ്ടില്ല, ഇപ്പൊ ഒരു ഹോണസ്റ്റി ബോക്സ് സാധാരണ നമ്മുടെ എല്ലാ പരിശീലന പരിപാടിയൊക്കെ പറയാറുണ്ട്. ഹോണസ്റ്റി ബോക്സ് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ സോണിലൊക്കെ ഒരു പരിപാടി നടത്തിയില്ലേ, ഹോണസ്റ്റി ബോക്സ് വെച്ച് നാഷണൽ ലെവലിൽ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ ഷോപ്പുകളിലും ഹോണസ്റ്റി ബോക്സ് വെച്ച് വിജയകരമായിരുന്നു. പക്ഷെ ഇവിടെ കണ്ടോ, കണ്ണിന്റെ ചിത്രം വെക്കുമ്പോൾ ആൾക്കാർ അതിനകത്ത് പൈസ ഇടുന്നുണ്ട്. നിങ്ങൾ ഒരു ഷോപ്പിൽ കയറുന്നു, സാധനം കഴിക്കുന്നു, ആരും പൈസ വാങ്ങാനില്ല, ഒരു ബോക്സ് മാത്രം വെക്കുന്നു. ആ ബോക്സിന്റെ പുറത്ത് കണ്ണിന്റെ ചിത്രം ഒക്കെ ദിവസങ്ങളിൽ പൈസ ഇടുന്നു. പൂവിന്റെ ചിത്രം വരുമ്പോഴോ പൈസ കുറയുന്നു. എല്ലാ ദിവസങ്ങളിലും ഒരാഴ്ചയിൽ ഇങ്ങനെയാണ് അതിന്റെ ഇത് വന്നത്, ഗ്രാഫ് വന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? യു ആർ അണ്ടർ CCTV കവറേജ് എന്ന് കാണുമ്പോൾ ആ സമയത്ത് നമ്മളൊന്നിങ്ങനെ ഒരു ഗ്രൗണ്ടിലേക്ക് അത് കണ്ടാൽ നമ്മളൊന്ന് കോൺഷ്യസ് ആവാറുണ്ട്, അല്ലെ? നിരീക്ഷണത്തിലാണ്. നിരീക്ഷണത്തിലാണെന്ന് തോന്നി ഇപ്പൊ എല്ലായിടത്തും ഒട്ടിച്ചു വെക്കാൻ തുടങ്ങി. പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കുറഞ്ഞു എന്നാണ് പാഠം. ഇതിന്റെ മറ്റൊരു പഠനം. അപ്പൊ ഇത് കാണിക്കുന്നത് അൺകോൺഷ്യസ് ഡിസിഷൻ മേക്കിങ്ങിനാണ്, പ്രൈമിംഗ് ആണ് ഇത് കാണിക്കുന്നത്. കാരണം കണ്ടോ, 3 ചിത്രം കൊടുത്തു. ആ 3 ചിത്രം കൊടുത്താൽ 4ാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എളുപ്പം ചെയ്യാം. ആരും അത് സൂക്ക് എന്ന് പറയില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? എസ് ഓ, അവിടെ യു വന്നാലും കറക്റ്റ് ആണ്, എ വന്നാലും കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ എ പറയും. കാരണം ആ 3 ചിത്രങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇത് എ ആവണമെന്നാണ്. റൈറ്റ്? നിങ്ങൾ ഒന്ന് നമ്മുടെ പത്ര പരസ്യങ്ങളോ അല്ലെങ്കിൽ ടിവിയിലൊക്കെ കാണുന്ന പരസ്യങ്ങളൊക്കെ നോക്കണം, എല്ലാം നമ്മളെ എത്തിക്കുന്നതിലേക്കാണ്. പിന്നെത്താണ് ആങ്കറിംഗ് ബയാസ്. പ്രീവിയസ് ഡാറ്റ ഇൻഫ്ലുവൻസ് കറന്റ് ഡിസിഷൻ. നമുക്ക് ഡാറ്റ കറന്റ് ഡിസിഷനെ തീരുമാനിക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പിരിവുകാർ വരും, അല്ലെ? ഞായറാഴ്ചകളിൽ വലിയ കുറ്റിയൊക്കെ ആയിട്ട് വരും. എന്നിട്ടോ റെസീറ്റ് കാണിക്കും. കേട്ടോ, നിങ്ങളുടെ അളിയൻ 1000 രൂപ മുതൽ, നിങ്ങളുടെ അമ്മാവൻ 500 രൂപ, നിങ്ങളുടെ ബ്രദർ 2000 തന്നിട്ടുണ്ട്. കേട്ടോ, നമ്മൾ കാണിച്ചു തരാം, എഴുതിയിട്ടുണ്ടോ? അതൊക്കെ ഇത് കാണുമ്പോൾ നമ്മളാകെ 100 രൂപ കൊടുക്കാനാ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ മോശക്കാരനായി മാറുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോ അവർ ഉദ്ദേശം എന്താ? ദിസ് ഈസ് ആങ്കറിംഗ് ബയാസ്. പ്രീവിയസ് ഡാറ്റ കാണിച്ചിട്ട് നമ്മൾ എന്താ പറയണ്ടത്, ഐഡിയാസ് പ്രസന്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ചാനൽ
പറയുന്നില്ലേ, ഈ വോട്ടെണ്ണൽ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് നമ്മുടെ ചാനൽ. അവർ കുറെ റെക്കോർഡിക്കലി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് നമ്മുടെ ചാനലാണെന്ന് അവർ അവകാശം. അതൊക്കെ നടക്കുന്നത് ആങ്കറിംഗ് ബയാസ് ടെക്നിക് ഉപയോഗിച്ചു. ഇവിടെയൊക്കെ ബ്ലൈൻഡ് ആയ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ നമ്മുടെ സിസ്റ്റത്തിനെ ചിന്തിക്കാൻ ഇട കൊടുക്കണം എന്നാണ് ഡാനിയൽ കേൻമാൻ പറയുന്നത്. നെക്സ്റ്റ് ബിവെയർ 8 എന്ന് പറയുന്നത് ഫ്രെയിമിംഗ് ആണ്. ഫ്രെയിമിംഗ് മീൻസ് ഹൗ യു ടെൽ ഇൻഫ്ലുവൻസ് ഡിസിഷൻ മേക്കിംഗ്. നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നത് തീരുമാനമെടുക്കുന്നതിന് കാരണമാകും അല്ലെ. അതാ ലാലേട്ടൻ വന്നിട്ട് അമേസിങ്, ചിലപ്പോൾ ഞാൻ വേവ് ചെയ്യും, ചിലപ്പോൾ ഞാൻ ടച്ച് ചെയ്യും, ചിലപ്പോൾ ഞാൻ ടാപ്പ് ചെയ്യും. ഇത് പറയുമ്പോ ഓ ഗോൾഡ് മെഡൽ, എന്റെ വീട്ടിലെ ഗോൾഡ് മെഡൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഹൗ യു ടെൽ ഇൻഫ്ലുവൻസസ് ഡിസിഷൻ മേക്കിംഗ്. നിങ്ങൾ എങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ആ പരസ്യത്തിന്റെ മോഡൽ എങ്ങനെ പറയുന്നു എന്നുള്ളത് പലപ്പോഴും ആ പ്രോഡക്റ്റ് വാങ്ങാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ നമ്മുടെ മിൽക്ക് പ്രോഡക്റ്റിന്റെ 2 പരസ്യമാണ്. ഒന്ന് ജേഴ്സി ഡയറി എന്ന് പറയുന്നത്, മറ്റേത് കെംസിന്റെ ഒരു മിൽക്ക് പ്രോഡക്റ്റാണ്. അപ്പൊ ആദ്യത്തിൽ 99% ഫാറ്റ് ഫ്രീ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കോ 1% ലോ ഫാറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ 99% ഫാറ്റ് ഫ്രീ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അതാണ് കൂടുതൽ വാങ്ങിയത്. 1% ലോ ഫാറ്റ് പറയുമ്പോ ഇതിൽ 1% ഇല്ലേ, ഞാൻ വാങ്ങുന്നില്ല. രണ്ടും തുല്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചത് 99% അല്ലേ, ഓക്കെ അത് മതി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എല്ലാ പ്രോഡക്റ്റിന്റെ പുറത്ത് 99% എന്നാ കാണുക, 1% എന്നല്ല. ഒരു സാനിറ്റൈസർ വാങ്ങി നോക്കൂ, അവരും പറയുന്നത് എന്താ, ഇത്ര പെർസെന്റേജ് ആണ് ആൽക്കഹോൾ ഉള്ളത് അല്ലെ, ആൽക്കഹോൾ ഇല്ലാത്ത പെർസെന്റേജ് അവർ പറയുന്നില്ല. സോ ഫ്രെയിമിംഗ്, ഹൗ യു ടെൽ ഇൻഫ്ലുവൻസസ് ഡിസിഷൻ മേക്കിംഗ്. നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറേ കാര്യങ്ങളുണ്ട്. ഇതിലത്തെ ലാസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ബിവെയർ സോഷ്യൽ പ്രൂഫ്. സോഷ്യൽ പ്രൂഫ് എന്താ? സോഷ്യൽ പ്രൂഫ് ഇത് മുമ്പ് മനോരമയുടെ പരസ്യമായിട്ട് വന്നതാ. 25 ലക്ഷം ഓൾട്ടോ കാറുകൾ നമ്മുടെ നിരത്തിലുണ്ട്. ഒരു ദിവസം രാവിലെ മനോരമ പത്രത്തിലും മാതൃഭൂമി പത്രത്തിലും ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇത് വായിച്ച ആളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക, ഓ മൈ ഗോഡ്, അപ്പൊ 25 ലക്ഷത്തിൽ ഞാനില്ല അല്ലെ, എനിക്ക് മാത്രമേ കാറില്ലാത്തുള്ളൂ, ഞാൻ എങ്ങനെയെങ്കിലും ഒരു കാർ വാങ്ങട്ടെ. അവർ കാണിച്ച സോഷ്യൽ പ്രൂഫ് ഉപയോഗിച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്തത്. ഇത് നമുക്ക് പെട്ടെന്ന് ചടുലമായ തീരുമാനത്തിലേക്ക് നമ്മളെ എത്തിച്ചേക്കാം എന്ന് ഡാനിയൽ കേൻമാൻ ഓർമ്മിപ്പിക്കുന്നു. സോ സോഷ്യൽ പ്രൂഫ്, ഇതിനെയും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞത് ബിവെയർ ഫോർമുലയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ബാക്കി തീരുമാനങ്ങളൊക്കെ നമുക്കറിയാം, എങ്ങനെ എടുക്കണം എന്നറിയാം. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ഇടയിൽ കിടന്ന സൈലന്റ് കില്ലേഴ്സ് എന്ന് പറയുന്ന ഇതാണ്. ഇതിനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ഓ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പൊ എന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാം. അതാണ് ഇന്നത്തെ ക്ലാസിന്റെ ജിസ്റ്റ് എന്ന് പറയുന്നത്. സോ ബിവെയർ ലോ ഓഫ് ലീസ്റ്റ് എഫർട്ട്, ലോ ഓഫ് റിപ്പീറ്റേഷൻ ആൻഡ് cognitive comparison errors, cognitive dissonance, beware confirmation evidence bias, priming, anchoring bias, framing, social proof. ഇങ്ങനെ ഒരു 9 പോയിന്റുകളാണ് നിങ്ങളിലേക്ക് എനിക്ക് തരാനുള്ളത്. തീർച്ചയായും 11:20 ആയിരുന്നു എനിക്ക് ഫ്ലോർ കിട്ടുന്ന സമയത്ത്, ഇപ്പൊ 12:20 ആയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്നായിരുന്നു. ആദ്യം ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചും നമ്മൾ നമ്മുടെ പർപ്പസിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചു തുടങ്ങിയത് അല്ലെ. നമ്മുടെ മാജിക് ഹാംലെറ്റിൽ നിന്ന് തുടങ്ങി ജീവിതത്തിലെ മാജിക്കിനെ കുറിച്ച് പറഞ്ഞ്, അതിനുശേഷം ഒരു റീഡിഫൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞ്, എങ്ങനെ നമുക്ക് സ്വയം മാറാമെന്ന ഒരു ആട്ടിടേന്റെ കഥയിലൂടെ നമ്മൾ സഞ്ചരിച്ചു. അതിനുശേഷം നമ്മൾ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് വന്നു. അതിനുശേഷം നമ്മൾ എലിസബത്ത് കുബ്ലർ റോസിന്റെ ഒരു ചേഞ്ച് കർവിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ മെല്ലെ മെല്ലെ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് എത്തിയത്. അതിലൂടെ നമ്മൾ അൺസർട്ടനിറ്റിയെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം ജ്യോതിരാജിനെ കുറിച്ച് പഠിച്ചു. മെല്ലെ മെല്ലെ ചില കോഗ്നിറ്റീവ് എറേഴ്സിനെ കുറിച്ചും ബിവെയർ ഫോർമുലയെ കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചില കോഗ്നിഷൻസ് ലെവലിൽ ചില മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും. കാരണം ഇറ്റ് വാസ് എ കണ്ടന്റ് റിച്ച് പ്രോഗ്രാം. ആ മൊഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. തീർച്ചയായും ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ് ജെസ്സി വലത്തറിനോട്. കാലമൊക്കെ മാറി നല്ല കാലം വരുമ്പോൾ തീർച്ചയായും ഡോമിൽ വന്നൊരു പ്രോഗ്രാം ചെയ്യാം. എന്റെയും അതേപോലെ മകളും കൂടെയുണ്ട്, മകളുടെയും നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാം നന്ദി അറിയിക്കുന്നു. ഓക്കെ, so this is my address and YouTube channel.
ഈ ചാനലിൽ മകളുടെ കുറെ പ്രോഗ്രാംസിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. മെമ്മറി പ്രോഗ്രാംസ് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ എന്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. യു ക്യാൻ കോൺടാക്ട് മീ പേഴ്സണലി. ഓക്കെ, സോ താങ്ക് യു. ബാക്ക് ടു ചെയർമാൻ. താങ്ക് യു ശ്രീനി പടിയർ. എല്ലാവരും അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറും അതുപോലെ യൂട്യൂബ് ചാനൽ ഒന്ന് നോട്ട് ചെയ്യുക. ചാനലിൽ കയറുക, മോളുടെ പ്രോഗ്രാംസ് ഒക്കെ കാണുക, നമ്മളെ മക്കൾക്കെല്ലാം കാണിച്ചു കൊടുക്കുക, കുട്ടികൾ കാണിച്ചു കൊടുക്കുക. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്ത് വിചാരിക്കുന്നു. ഇനി നോട്ട് ചെയ്യാത്തവർ എന്നതായിട്ട് ബന്ധപ്പെട്ടാൽ ചെയ്തു തരാവുന്നതാണ്. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു. നമുക്കറിയാം ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ പല ഭാഗത്തേയും കൊണ്ട് ലാസ്റ്റ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, അത് എങ്ങനെ ചെയ്യണം, അതിലുള്ള ഇൻഫ്ലുവൻസ് എന്താന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു. ഓക്കെ, ഇനി നമുക്ക് എനിക്ക് എന്തെങ്കിലും ഇന്ന് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ആരും ഇല്ലാന്ന് തോന്നുന്നു. സഹീർ ഡോക്ടറെ.